പാലായിൽ ഈ നഗരസഭയിലെ കോൺഗ്രസ് പ്രമേയത്തെ തള്ളി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു UDF എന്നുള്ളതാണ്. പരസ്യ പ്രതികരണവുമായി ഫ്രാൻസിസ് ജോർജ് MP രംഗത്ത് വന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് നിയോജക മണ്ഡലം തലത്തിലല്ല തീരുമാനമെടുക്കേണ്ടതെന്നും പാലാ പോലൊരു മുനിസിപ്പൽ ഭരണം പെട്ടെന്ന് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ലെന്നും ഫ്രാൻസിസ് ജോർജ് പറയുന്നു. പ്രമേയത്തിന് മുൻപ് UDFൽ ചർച്ച വേണമായിരുന്നുവെന്നും വിമർശനമുണ്ട്. പാലാ നഗരസഭയിൽ സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രമേയത്തിലൂടെയാണ് തീരുമാനിച്ചത്. ഈ പ്രമേയത്തെ പരസ്യമായി തള്ളുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവ് K. ഫ്രാൻസിസ് ജോർജ് MP. കോൺഗ്രസ് പ്രമേയത്തിൻ്റെ പേരിൽ സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കില്ല. പ്രമേയത്തിന് മുമ്പ് UDFൽ ചർച്ച വേണമായിരുന്നു. ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് നല്ലതെന്ന് ഫ്രാൻസിസ് ജോർജ് തുറന്നടിച്ചു. നമുക്കറിയില്ല, അതിപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ഒന്നും അറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ പ്രാദേശികമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും UDFൻ്റെ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഇടപെട്ട് ന്യായമായിട്ടുള്ള പരിഹാരം, എല്ലാവർക്കും തൃപ്തികരമായിട്ടുള്ള പരിഹാരം തീർച്ചയായിട്ടും കാണും. പ്രമേയം പ്രാദേശികമായിട്ട് പാസ്സാക്കി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഒരു പിന്തുണ പിൻവലിക്കൽ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പാലാ പോലൊരു മുനിസിപ്പൽ ഭരണം അങ്ങനെ പെട്ടെന്ന് വേണ്ടാന്ന് വയ്ക്കുക എന്നുള്ളത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ല. ഞാനിപ്പോൾ അതിൻ്റെ തെറ്റും ശരിയിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് UDF തലത്തിലുള്ള ആലോചന തീർച്ചയായിട്ടും ആവശ്യമാണ്. കോൺഗ്രസ് പ്രമേയത്തോട് UDFലെ മറ്റ് ഘടകകക്ഷികൾക്കും കടുത്ത അതൃപ്തിയാണ്. 26-അംഗ കൗൺസിലിൽ LDFന് 12ഉം UDFന് 10ഉം കൗൺസിലർമാരുണ്ട്. ഇതിൽ 3 ജോസഫ് വിഭാഗവും ഉൾപ്പെടും. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരുടെ ഉൾപ്പെടെ 4 സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് UDF നഗരസഭാ ഭരണം പിടിച്ചത്. പിന്തുണ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം നിലപാട് വ്യക്തമാക്കട്ടെ എന്ന തീരുമാനത്തിലാണ് സ്വതന്ത്ര കൂട്ടായ്മ. സാംജിത് അറപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.